നല്ല മധുരമുള്ള ഒരു പലഹാരമാണ് തയ്യാറാക്കുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ചെട്ടിനാട് വിഭവമാണ്. സാധാരണയായിട്ട് നമ്മൾ സുഖിയനൊക്കെ തയ്യാറാക്കുന്ന അതേ രീതിയിലാണ് ഇതും തയ്യാറാക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഫില്ലിങ്ങിന് മാറ്റം വരും. അപ്പോൾ നമുക്കതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്കിതിന് മെയിനായിട്ട് വേണ്ടത് കടലപ്പരിപ്പാണ്. അപ്പോൾ ഞാനിപ്പോൾ 1 കപ്പ് കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ആദ്യം തന്നെ കുതിർത്ത് വെക്കുക. ഇതേപോലെ നമ്മൾ പരിപ്പ് കുതിർത്ത് വെക്കുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ കഴുകിയതിന് ശേഷം 1 മണിക്കൂർ നേരത്തേക്ക് ഇതൊന്ന് കുതിർത്ത് വെച്ചാൽ മതി. ഇനി നമുക്കിത് വേവിച്ചെടുക്കണം. അപ്പോൾ ഇത് നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ടാണ് വേവിച്ചെടുക്കുന്നത്. കാരണം ഈ കടലപ്പരിപ്പ് വേവാൻ കുറച്ച് സമയം വേണം. അപ്പോൾ ഞാനിത് പ്രഷർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ പരിപ്പ് മുങ്ങിക്കിടക്കാൻ പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മളിത് അടച്ച് വെച്ച് നല്ല ഹൈ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 4 മുതൽ 5 വിസിൽ വരുന്നത് വരെ നമുക്കിത് വേവിച്ചെടുക്കാം. പരിപ്പ് നല്ലതുപോലെ വെന്തിരിക്കണം, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്കിതിനെ വേവിച്ചെടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് ഒരു 5 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ ഈ പരിപ്പ് വേവിച്ചെടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 4-5 വിസിൽ വന്നതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ പരിപ്പ് നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവനും കുറച്ചൊന്ന് വറ്റി വന്നിട്ടുണ്ട്. പരിപ്പ് നല്ലതുപോലെ വെന്തിരിക്കണം. വെന്ത് കുഴഞ്ഞാലും കുഴപ്പമില്ല, പക്ഷേ പരിപ്പ് വേവാതെ ഇരിക്കരുത്. അഥവാ നമ്മൾ ഈ പരിപ്പ് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് പ്രഷർ കുക്കറിലിട്ട് വീണ്ടും വേവിച്ചെടുക്കുക. അപ്പോൾ ഈ ബാക്കിയുള്ള വെള്ളം നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് കളയാം. അപ്പോൾ ഈ പരിപ്പ് ഞാനിപ്പോൾ ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റാൻ പോവാണ്. അപ്പോൾ ആ വെള്ളം മുഴുവനും വാർന്ന് കിട്ടും. നല്ല ഡ്രൈ ആയിരിക്കണം പരിപ്പ്. അപ്പോൾ ഈ പരിപ്പിലുള്ള വെള്ളം മുഴുവനും വാർത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഉടച്ചെടുക്കണം. ഒന്നുകിൽ നമുക്കിത് മിക്സിയുടെ ജാറിലിട്ടൊന്ന് ഉടച്ചെടുക്കാം, അല്ലെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ച് ഉടച്ചെടുത്താലും മതി. സ്പൂണിനേക്കാളും നമുക്ക് എളുപ്പം ഒരു ഗ്ലാസ് വെച്ച് ഉടച്ചെടുക്കുന്നതായിരിക്കും. പരിപ്പ് നല്ലതുപോലെ കുഴഞ്ഞ് വെന്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ജസ്റ്റ് ഒരു സ്പൂൺ വെച്ച് ഇന്ന് ഉടച്ചാൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉടഞ്ഞ് കിട്ടും. അതല്ലെങ്കിൽ ഒരു മിക്സിയുടെ ജാറിലിട്ട് ഉടച്ചെടുത്താലും മതി. അപ്പോൾ ഞാനിതെല്ലാം ഉടച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവത്തിൽ വേണം നമ്മളിത് ഉടച്ചെടുക്കാൻ. നല്ല പൊടി പോലെയാണ് ഇപ്പോൾ ഉള്ളത്. ഇനി നമുക്ക് ശർക്കര പാനി തയ്യാറാക്കിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് ശർക്കരയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല മധുരം വേണമെങ്കിൽ നമുക്ക് 1.5 കപ്പ് വരെ ശർക്കര ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിതിലോട്ട് 1/2 കപ്പ് വെള്ളം കൂടി ചേർത്ത് ഇത് തിളപ്പിച്ചെടുക്കാം. ശർക്കര നല്ലതുപോലെ അലിഞ്ഞ് വരണം. അപ്പോൾ നമ്മുടെ ശർക്കര പാനിയും റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ തിളപ്പിച്ചെടുത്തതാണ്. ഇനി നമുക്കൊരു പാൻ എടുക്കാം. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം നമുക്കിതിലോട്ട് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. തേങ്ങയ്ക്കൊന്നും ശരിക്കും ഒരു കണക്കില്ല, നമുക്ക് എത്രയാണ് വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാവുന്നതാണ്. തേങ്ങ ഒരുപാട് സമയത്ത് മൂപ്പിക്കേണ്ട ആവശ്യമില്ല. 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഈ പരിപ്പിൻ്റെ കൂട്ട് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പരിപ്പൊക്കെ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ശർക്കര പാനി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു അരിപ്പയിലൂടെ നമുക്ക് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ ശർക്കരയിലുള്ള മണ്ണൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ പാനിയിൽ കിടന്ന് വീണ്ടും പരിപ്പ് ഒന്ന് വെന്ത് വരണം. അപ്പോൾ നന്നായിട്ട് നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് കുറച്ച് സമയം ഇതേപോലെ ശർക്കര പാനിയിൽ കിടന്ന് വേവണം. എന്നാലേ ശരിക്കും ആ പരിപ്പിലൊക്കെ ഈ നല്ല മധുരം കയറി പിടിക്കുള്ളൂ. ഈ സമയത്ത് തന്നെ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. മധുരം പോരാന്ന് തോന്നിയാൽ കുറച്ച് പഞ്ചസാരയും കൂടി ചേർക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. നല്ലൊരു മണം കിട്ടും. ഈ ശർക്കര പാനിയൊക്കെ വറ്റി നല്ല ഡ്രൈ ആയി കിട്ടുന്നത് വരെ നമ്മളിത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളയ്ക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാനിപ്പോൾ അത് അടച്ച് വെക്കുകയാണ്. അപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റായി നമുക്ക് കാണാൻ പറ്റും നല്ലതുപോലെ ഇതിങ്ങനെ തെറിച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇത് അടച്ച് വെച്ച് വേവിക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ അടി പിടിക്കാതെ നോക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ തന്നെ ഒന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇത് നല്ലതുപോലെ കട്ടിയാവണം. ഈ ശർക്കര പാനിയൊന്നും കാണാത്ത വിധം ഇത് നല്ലതുപോലെ കട്ടിയായി വരുന്നത് വരെ നമുക്കിത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കാം. ഈ സമയമൊക്കെ ആകുമ്പോൾ നമുക്ക് നല്ല കൂട്ടി വെച്ച് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം.
നല്ലതുപോലെ ഇത് ഡ്രൈ ആയി കിട്ടണം. അതുവരെ നമുക്കിത് ഇതേപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഇതിപ്പോൾ ഏകദേശം ഒന്ന് ഡ്രൈ ആയി തുടങ്ങിയിട്ടുണ്ട്. ശരിക്കും നമ്മുടെ ഒരു ഹലുവയുടെയൊക്കെ ഒരു പരുവത്തിൽ ഇത് ആയി വരുന്നുണ്ട്. എല്ലാം കൂടി ഒന്ന് ചേർന്ന് വരും. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിലൊട്ടും തന്നെ വെള്ളത്തിൻ്റെ അംശമില്ല, നല്ലതുപോലെ ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ആക്കാം. ഇതിനി തണുക്കണം, നല്ലതുപോലെ തണുക്കണം. അപ്പോൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതൊന്ന് തണുത്ത് കിട്ടും. അപ്പോൾ ഞാൻ ഈ പരിപ്പിൻ്റെ കൂട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയിരുന്നു. ഇതിപ്പോൾ അത്യാവശ്യം തണുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറേശ്ശെ മാവ് എടുത്തിട്ട് റൗണ്ട് ഷേപ്പ് ചെയ്തെടുക്കണം. ഒരുപാട് വലുപ്പത്തിലാക്കേണ്ട ആവശ്യമില്ല, കുറച്ചൊരു മീഡിയം സൈസായിട്ടുള്ള ബോൾസാക്കി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ഷേപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കയ്യിൽ എണ്ണയോ ഒന്നും തടവേണ്ട ആവശ്യമില്ല, അല്ലാതെ തന്നെ നമുക്ക് നന്നായിട്ടിത് ഉരുട്ടിയെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഷേപ്പിൽ തന്നെ നമുക്ക് ഈ ബാക്കിയുള്ള മാവ് കൊണ്ടും ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരമൊക്കെ നേരത്തെ തന്നെ ചെക്ക് ചെയ്ത് നോക്കാം. നമുക്ക് മധുരം പോരാന്ന് തോന്നിയാൽ കുറച്ചും കൂടി നമുക്ക് ശർക്കര ചേർക്കാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. ഈ ഫില്ലിങ് നമ്മൾ നേരത്തെ തന്നെ തയ്യാറാക്കി വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഇതെല്ലാം ഷേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മുക്കി പൊരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 കപ്പ് മൈദ വേണം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി നമ്മൾ ചേർക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും. അരിപ്പൊടിക്ക് പകരം നമുക്ക് വേണമെങ്കിൽ കോൺഫ്ലവർ ചേർത്താലും മതി. അപ്പോൾ ഏതാണോ ഉള്ളത് അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. സാധാരണയായിട്ട് ചെട്ടിനാട് ഭാഗത്തൊക്കെ അവർ ദോശമാവിൽ വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കാറുള്ളത്. ഞാനിപ്പോൾ ഇത് മൈദമാവും അരിപ്പൊടിയും വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. രണ്ടിനും വേറെ വേറെ ടേസ്റ്റാണ്. നമ്മൾ ദോശമാവിൽ ഉണ്ടാക്കുന്നതും ഇതേപോലെ ഉണ്ടാക്കുന്നതും രണ്ടും വേറെ വേറെ ടേസ്റ്റാണ്. ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചിത് കുഴച്ചെടുക്കണം. ഇഡ്ഡലി മാവിൻ്റെ ഒരു പരുവത്തിൽ ഇതേപോലെ മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കണം. പൊരിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതല്ലെങ്കിൽ നമുക്ക് സൺഫ്ലവർ ഓയിലും ഉപയോഗിക്കാം. അപ്പോൾ എണ്ണ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തയ്യാറാക്കി വെച്ച ഓരോ ബോൾസും ഈ മാവിലിട്ട് നല്ലതുപോലെ ഒന്ന് മുക്കിയെടുക്കുക. അതിനുശേഷം എണ്ണയിലിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മളിത് പൊരിച്ചെടുക്കാനായിട്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ആയതിനു ശേഷം പതുക്കെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ 2 സൈഡും ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ബാക്കിയുള്ളതും നമുക്ക് ഇതേപോലെ തന്നെ വറുത്തെടുക്കാം. അപ്പോൾ ഈ ഫില്ലിങ് നമ്മൾ നേരത്തെ തന്നെ ഉണ്ടാക്കി ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ മൈദമാവിൽ മിക്സ് ചെയ്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സ്നാക്കാണ്. അഥവാ നമുക്ക് മൈദമാവ് ഇല്ലെങ്കിൽ ദോശമാവ് വെച്ചിട്ടും നമുക്ക് ഉണ്ടാക്കാം. അത് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ 2 രീതിയിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. 2 രീതിയിലും കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. നല്ല മധുരമുള്ളൊരു പലഹാരമാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അതേപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.